സോ ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ 9ാം ക്ലാസ് CBSE ക്ലാസ്സോട്ട് വീണ്ടും സ്വാഗതം. എടാ, ക്ലാസ് എടുക്കാനൊന്നും വന്നല്ല, ചില പ്രധാനപ്പെട്ട ചില ടോപ്പിക്ക് ഓർമ്മപ്പെടുത്തി ഒരു 2 മാർക്ക് ഉറപ്പാക്കാൻ വന്നതാണ്. എന്താ ചെയ്യുക? എടാ, എൻ്റെ പേര് മുഞ്ചിദ് അബ്ദുൽ സലാം, ഫാക്കൽറ്റി ഓഫ് ബയോളജി കേട്ടോ. സ്നേഹമുള്ളവരിനെ വിളിക്കാൻ എൻ്റെ ഫസ്റ്റ് 3 അക്ഷരം കൂട്ടിയിട്ട് മാസ് സാർ എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. പോട്ടെ, റെഡി. എടാ, നമുക്കറിയാം നമ്മുടെ ശരീരം മൊത്തം ഉണ്ടാക്കിയത് സെല്ലുകൾ കൊണ്ടാണ്, ഇല്ലേ? കോശങ്ങളാണ് നമ്മുടെ ജീവൻ്റെ ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്. പക്ഷെ നമുക്ക് സെല്ലുകൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുമോ മാഷെ? കാണൂല അല്ലേ? കണ്ണുകൊണ്ട് നോക്കിയാൽ സെല്ല് കാണൂല. ഇതുപോലത്തെ ഹാൻഡിൽസ് നോക്കിയാലും സെല്ല് കാണുന്നില്ല. സോ ഹൗ വി സ്റ്റഡി സെൽ? നമ്മൾ എങ്ങനെയാണ് മാഷെ സെല്ലിനെ പഠിക്കാന്നറിയോ? അതായത് സെല്ലുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം നമ്മുടെ കണ്ണിൻ്റെ ഹ്യൂമൻ ഐൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 മില്ലിമീറ്ററാണ്. മാഷെ മനസ്സിലായില്ല, എന്താ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? അതായത് നോക്കിക്കേടാ, മീനിങ് 2 point closer than 0.1 millimeter cannot be seen as separate. ഒരു 0.1 മില്ലിമീറ്ററിനേക്കാൾ അടുത്ത് നിൽക്കുന്ന പോയിന്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റൂല. ഒന്നും കൂടി സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ മക്കളെ, ഇതൊരു പോയിന്റ്, ഇത് മറ്റൊരു പോയിന്റ്. എടാ, ഇത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ രണ്ടും 2 പോയിന്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ കാണാൻ കാരണം എന്താണെന്ന് അറിയോ? ഇവർ തമ്മിൽ 0.1 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായത് കൊണ്ടാണ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് കാൾഡ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ആക്ച്വലി അത് ഡിസ്റ്റൻസ് ആകുന്നു. ഇതിനേക്കാൾ കുറവാണെങ്കിൽ, 0.1 മില്ലിമീറ്ററിനേക്കാൾ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമുക്ക് കറക്റ്റ് 2 പോയിന്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയൂല. പകരം നോക്കിക്കേടാ, ഇങ്ങനെ ക്ലബായിട്ട് ഇത് ആക്ച്വലി 2 പോയിന്റ് ആണ് കേട്ടോ, പക്ഷെ ഡിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് ഒന്നായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ ആണോ മക്കളെ? സോ ഒരു സെല്ലിനെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം സെല്ലിൻ്റെ വലിപ്പം നമ്മുടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനേക്കാൾ ചെറുതായത് കൊണ്ടാണ്. സോ ഇങ്ങനെ മനുഷ്യൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, കണ്ണിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0.1 മില്ലിമീറ്റർ ആണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 0.1 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണുള്ളൂ. ഇതിനേക്കാൾ ചെറുതല്ലേടാ സെല്ല് എന്ന് പറഞ്ഞാൽ. സോ ഇങ്ങനത്തെ സെല്ലുകൾ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യുക? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനേക്കാൾ മച്ച് സ്മോളർ ആയിട്ടുള്ള സെല്ലുകളെയും സെല്ലിൻ്റെ അകത്തുള്ള സെൽ കോമ്പണൻസിനേക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ആൻസർ ഉള്ളത് ആൻസറാണ് മക്കളെ, എന്ത്? മൈക്രോസ്കോപ്പ്. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മെയിൻ താരം മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ മക്കളെ, 1665 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് ബിൽഡ് ചെയ്തിട്ട് സെല്ലുകളെ ഒബ്സർവ് ചെയ്തത്. നോക്കിക്കേടാ, റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഒബ്സർവ് സെൽ ഇൻ 1665 യൂസിങ് എ സെൽഫ് ഡിസൈൻഡ്. അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ, കുറച്ച് ലെൻസ് കൂട്ടി വെച്ചുണ്ടാക്കിയ സ്വന്തം ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പാണ്. ഈ മൈക്രോസ്കോപ്പിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് കോർക്കിൻ്റെ ഒരു പീസാണ്. കോർക്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ബാർക്കില്ലേ, പുറം തൊലിയില്ലേ, ആ പുറം തൊലിയുടെ ഭാഗമാണ് കോർക്ക്. ആ കോർക്കിൻ്റെ ഭാഗമാണ് അദ്ദേഹം ഒരു മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരുപാട് റൂമുകൾ പോലെ, കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ഒരുപാട് ചെറിയ ബ്ലോക്കുകൾ കണ്ടു. ആൻഡ് ഈ ബ്ലോക്കിനെ അദ്ദേഹം അന്ന് വിളിച്ച പേരാണ് മക്കളെ സെൽ. എന്താ വിളിച്ചത്? സെൽ. ഇതാണ് ഇതിൻ്റെ നമ്മൾ മൈക്രോസ്കോപ്പിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് മേക്ക് ചെയ്ത് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് റോബർട്ട് ഹുക്ക് ആകുന്നു. റെഡി? സോ മക്കൾസേ, ഈ മൈക്രോസ്കോപ്പ് 2 ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അതായത് ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പ്, മറ്റൊന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാലും ആ പേരിന്ന് കിട്ടും. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ വിസിബിൾ ലൈറ്റാണ് യൂസ് ചെയ്യുക. ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റും. ആൻഡ് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ ബീമുകളുമാകുന്നു. റെഡി അല്ലേ? ആൻഡ് ലൈറ്റ് മൈക്രോസ്കോപ്പിന് മാക്സിമം 1000x ആണ് മാഗ്നിഫിക്കേഷൻ. മാക്സിമം പോയാൽ 1000 മടങ്ങ് വരെ വലുതാക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് 1 മില്യൺ പ്ലസ്, 1 ദശലക്ഷത്തിലധികം ഒരു വസ്തുവിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി അല്ലേടാ? സോ 2 ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പാണ്, മറ്റൊന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആകുന്നു. നമ്മൾ ചിത്രം നോക്കുന്നില്ല മക്കളെ, ഇതാണ് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പ്. നമ്മൾ സ്കൂളിലെ ലാബുകളിലും നമ്മൾ അത്യാവശ്യം നമ്മുടെ ലാബിലൊക്കെ കാണുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈ സെമ്മാണ്.
നോക്കിക്കടാ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് എക്സാമ്പിൾ പോലെ നമുക്ക് പഠിക്കാനുള്ളത് ആരാടാ? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. റെഡി അല്ലേ? ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ സാധാ ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ എത്രയോ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനും മാഗ്നിഫൈ ചെയ്ത് കാണാനും പറ്റും. ഇങ്ങനെ ഈ ലൈറ്റ് മൈക്രോസ്കോപ്പ് പോലെയുള്ള പഴയ മൈക്രോസ്കോപ്പ് നിന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലെയുള്ള പുതിയ മൈക്രോസ്കോപ്പ് വന്നപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്കാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. അതിലൊന്നാണ് മക്കളെ നമ്മുടെ റെസല്യൂഷൻ അഥവാ ക്ലാരിറ്റി. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്നതിനേക്കാൾ ക്ലാരിറ്റി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കിട്ടും. ഓക്കെ, അഥവാ മെഷർ ഓഫ് ക്ലാരിറ്റി റെസല്യൂഷൻ കൂടി. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് കോൺട്രാസ്റ്റ്, ഡിഫറൻസ് ഇൻ ബ്രൈറ്റ്നസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ ഒരു കറക്റ്റ് അതിൻ്റെ കളർ ഡിഫറൻസ് കാണിക്കുക എന്നതാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ജോലി. അത് നമ്മൾ ലൈറ്റിൽ നിന്ന് ഇലക്ട്രോണിക് വന്നപ്പോൾ കൂടി. ഓക്കെ അല്ലേ? വീണ്ടും ടെക്നോളജികൾ കൂടിയ മക്കളെ, നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് നിന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോട്ട് വന്നപ്പോൾ അല്ലേ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നപ്പോൾ നോക്കിക്കേടാ അവിടെ മാഗ്നിഫിക്കേഷൻ കൂടി. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുന്നോ, എത്രത്തോളം ലാർജാക്കി കാണാൻ പറ്റുന്നോ, ഇതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സോ 2 ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പാണ്, മറ്റൊന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ 0.1 മില്ലിമീറ്ററിനേക്കാൾ ക്ലോസർ പോയിന്റ് ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ് മൈക്രോസ്കോപ്പുകൾ. മക്കളെ 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എന്തായാലും വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക്. റെഡി അല്ലേ? ഉഷാറായിട്ട് പഠിച്ചു, എന്തായാലും ചോദ്യം വന്നിരിക്കും. റെഡി? ആൻഡ് മക്കൾ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നമ്മുടെ എജ്യൂപോർട്ട് 9ാം ക്ലാസ്സുകാർക്ക് മാത്രമായിട്ട് CBSE കുട്ടികൾക്ക് കേട്ടോ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, എക്സാമിൻ്റെ ടൈം ടേബിളുകൾ, എക്സാം സമയത്തുള്ള ഷോർട്ട് നോട്ടുകൾ, PDF നോട്ടുകൾ, ക്വസ്റ്റ്യൻ ബാങ്കുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വരുമ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തന്നെ പോയി ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, വരുന്ന എക്സാമുകളും മറ്റും നമ്മൾ സ്കൂളിലൊക്കെ ടോപ്പ് സ്റ്റാർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ, ഒരു നല്ല മാർക്ക് ഇട്ടിട്ട് കുട്ടികളിൽ നിന്ന് വരുമ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് അത് ഞാനാകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ എജ്യൂപോർട്ടിൻ്റെ കൂടി പഠിച്ചു തുടങ്ങിക്കും. എടാ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചുകളുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയൊക്കെ ബേസിക് ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. റെഡി ഇല്ലടാ? ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയണില്ല. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് കേരളത്തിലെ ഏറ്റവും സൂപ്പർ മക്കൾ പഠിക്കുന്ന ബാച്ച്, റിസൾട്ട് ഉണ്ടാക്കുന്ന ബാച്ചുകളാണ്. സോ ജോയിൻ ചെയ്തോ. ഓണം പ്രമാണിച്ച് ഓഫർ പ്രൈസാണ് ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പേര്, ഫോൺ നമ്പർ, ക്ലാസ് മാത്രം അടിച്ചു കൊടുത്താൽ ഓഫീസ് ഞങ്ങൾ വിളിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പേരടിക്കാനൊന്നും പൈസ കൊടുക്കണ്ട. ഇനി അതല്ല, നിങ്ങളിപ്പോൾ പേര് ജോയിൻ അടിച്ചു വെച്ചാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അന്ന് കിട്ടും. റെഡി ഇല്ലേടാ? സോ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മുതലാക്കിക്കോട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന വീഡിയോസിൽ വീണ്ടും കണ്ടുമുട്ടണം. ആൻഡ് സി യു. ബൈ ബൈ.